ഇന്നലെ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കാണ് ആമിക്ക് വേണ്ടിയിട്ടൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അത് നോക്കി ഇരിപ്പായിരുന്നു. അപ്പോൾ പോകാൻ റെഡി ആയപ്പോഴത്തേക്കാണ് സാധനം വന്നിട്ടുണ്ടായിരുന്നത്. അത് നേരെ അവിടെ കൊണ്ടുവച്ചിട്ട് പിന്നെ ആമയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് അൽക്കൂലത്ത് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ബലൂണും പിന്നെ നമ്പർ 7 ഒക്കെ വാങ്ങി. പിന്നെ നമ്മൾ തുണിക്കടയിൽ കയറിയിട്ട് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ അതെല്ലാം വാങ്ങിച്ചിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ റോഡ് സൈഡിൽ നല്ല നാരങ്ങ നെല്ലിങ്ങയൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് നെല്ലിക്ക അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് വന്നിട്ട് അവൾക്ക് പഠിക്കാനായിട്ട് എക്സാം നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം പഠിക്കാനായിട്ടുള്ള എല്ലാം എഴുതി കൊടുത്തിട്ട് പിന്നെ നമ്മൾ നേരെ അടുക്കളയിലേക്ക് കയറി കേട്ടോ. എക്സാം ടൈം ആയിക്കഴിഞ്ഞാൽ വൈകുന്നേരം ഇങ്ങനെയൊക്കെ ആയിരിക്കും പഠന കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എഴുതാൻ കൊടുത്തിട്ട് ഞാൻ പിന്നെ കിച്ചണിലേക്ക് നേരെ പോകും കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ വൈകുന്നേരത്തേക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ പെട്ടെന്ന് പണി കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കർ ചിക്കനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും സബോളയും അതെല്ലാം കൂടെ വഴട്ടാനായിട്ട് കുക്കറിൽ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ സബോളയും കൂടെ മുറിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കിഴങ്ങ് നമ്മുടെ ചിക്കനിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും പിന്നെ 2 തണ്ട് കറിവേപ്പില പറിക്കാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് പോകും. അതും കൂടെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിക്കൻ മസാലയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ പുരട്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു കേട്ടോ. ഉള്ളിയെല്ലാം നന്നായിട്ട് വഴണ്ട് വന്നപ്പോഴത്തേക്ക് നമ്മൾ പൊടികളെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് വഴട്ടിയെടുത്തു കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഗ്രേവിക്ക് അനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് 3-4 വിസിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ കറി റെഡി ആവട്ടോ. ആ സമയം കൊണ്ട് വേഗം കുറച്ചും കൂടെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവളും ഞാനും കൂടെ അടുക്കളപ്പടിയിൽ തന്നെ ഇരുന്നു കേട്ടോ. അപ്പോഴേക്കും 4 വിസിൽ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂട് പൊറോട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് വേഗം കൂടെ കഴിച്ചു. ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ.